ബാത്റൂമിൽ പോകണമെങ്കിൽ അവനെ കൂട്ടുപിടിച്ചോണ്ട് പോകണം. ബാത്റൂം ആ തോടിൻ്റെ സൈഡാ. ബാത്റൂമിൽ പോകുമ്പോൾ അവനെ വിളിക്കണം. തന്നെ പോകാൻ പാടില്ല. ഇതൊക്കെയാണ് അവസ്ഥ. സഖി കെട്ടിട്ട് ഞാനെല്ലാം പൊരുത്തപ്പെട്ട് കുഴിച്ചിട്ടാ. ഇനി വയ്ക്കാം. 6 വർഷം ജീവിച്ചില്ലേ. എന്തൊരു ക്രൈങ്ങാണ് ചേച്ചി. കയറിങ്ങാ നല്ല കയറിങ്ങാ. പിന്നെ കാറ്റ് എങ്ങനെ വരും അതൊന്നും പറയണ്ട. സംശയിച്ചത് കറക്റ്റായില്ലേ. ബിജിനെ പൊന്നൂസ് കോമഡി അതല്ല. ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ് പൊന്നൂസിന്. സ്വാഭാവികം ആണുങ്ങൾ നോക്കും. പൊന്നൂസിന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പരിപാടിയുണ്ട്. എനിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ പെട്ടിപ്പുറത്തൊരു സീറ്റുണ്ട്. ഒന്നെങ്കിൽ അതിൻ്റെ അങ്ങെട്ടത്തിരിക്കുക, അല്ലെങ്കിൽ കിളി ഇങ്ങനെ കൈ പിടിക്കില്ലേ, ഇവിടെ ഇരിക്കുക. എനിക്ക് മസ്റ്റാ. വേറെ സീറ്റൊന്നും എനിക്കിഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അവിടെ ഇരിക്കുള്ളൂ. അവിടെ ഇരുന്നാലാണ് നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ. അപ്പം കിളി വന്നിരിക്കുമ്പോൾ, കിളി ഇവിടെ നിൽക്കുമ്പം നമ്മൾ കൈ തൂണെ പിടിക്കുമ്പം കിളി വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും, അമ്മായിമ്മ എന്തി, അമ്മ എന്തി. അപ്പം ഞാൻ ബാക്കിൽ ഇരിപ്പുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് വർത്താനം പറയും. അപ്പം മൈന ബാക്കിൽ നിന്നൊക്കെ കാണുക ഇവ എന്നോട് വർത്താനം പറയണേ. സ്വാഭാവികം നമ്മുടെ നാട്ടിലെ ബസ് ഡ്രൈവർ ആകുമ്പോൾ ചിലപ്പോൾ അമ്മായിമ്മനെ കുറിച്ചും അനിയനെ ചോദിച്ചും ഇന്നലെ എന്തെങ്കിലും കൊച്ചിന് പനിയായിരുന്നു നമ്മൾ ചോദിക്കും. നമ്മൾ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. ഡ്രൈവർമാർ കണ്ടക്ടർമാർ നമ്മളോട് ചോദിക്കും, ഇന്നലെ വടക്കഞ്ചേരിക്ക് പോയില്ലേ, ഇന്നലെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ പൊന്നു കേട്ടോ, എന്നോട് മിണ്ടല്ല, ആൾ ബാക്കി ഇരിക്കുന്നു എന്ന് ഞാൻ പറയും. അവനോട് ഞാൻ പറയൂ, എൻ്റെ പൊന്നു മോനെ എന്നോട് മിണ്ടല്ലേടാ, നീ അടുത്ത അടി കൊള്ളാൻ വയ്യ. അവൻ ബാക്കി ഇരുന്ന് കാണുന്നു പോലും. എന്നിട്ട് ഞങ്ങൾ വടക്കഞ്ചേരിക്ക് ഇറങ്ങും. അപ്പോൾ ഒരു ലക്ഷ്മി ബേക്കറി ഉണ്ട്. അവിടെ ബിരിയാണി കിട്ടും. അപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ലക്ഷ്മി ബേക്കറിയുടെ മേളിൽ കയറിയിട്ട് ബിരിയാണി കഴിക്കും. ടേബിൾ മേശൊക്കെ ഇരുത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കും. എനിക്കാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരുന്ന് ഭക്ഷണം കഴിക്കണേ എനിക്കിഷ്ടം. അടുത്തിരുന്ന് നമ്മൾ ഇങ്ങനെ നോക്കണം, എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ വിരിഞ്ഞോണ്ട് പറയും, ഓപ്പോസിറ്റ് ഇരിക്കും, ഞാനിവിടെ ഇരിക്കാന്ന് പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് കുറേ ആൾക്കാർ ഇരിപ്പുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ആളുകൾ നോക്കും. കാരണം ഞാൻ നല്ല ഗ്ലാമറുള്ള സ്ത്രീയാണ്. അന്ന് ഇന്നും നല്ല ഗ്ലാമർ ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ആണുങ്ങൾ വിചാരിക്കും, ഇത്ര ഈ മരക്കടയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര നല്ല പെൺകുച്ചെന്ന് ആൾക്കാർ ചിന്തിക്കും. അതൊക്കെ അപ്പോൾ ആൾക്കാർ നോക്കും. പിന്നെ അവനെയും കാണാൻ കൊള്ളാം കേട്ടോ, ഇവനെയും കാണാൻ കൊള്ളാം, ബിബിഞ്ഞാണ്ണയും കാണാൻ കൊള്ളാം. അവനെ പെണ്ണുങ്ങൾ നോക്കും. പക്ഷെ അവനെ പെണ്ണുങ്ങൾ നോക്കുമ്പോൾ ഞാൻ എനിക്ക് കുശിപ്പില്ല. പക്ഷെ എന്നെ നോക്കുമ്പോഴാണ് ഇവൻ അരിപ്പ. എന്നെ ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ അപ്പം അവൻ അരിപ്പ. എന്നാൽ അവനെ പെണ്ണുങ്ങൾ നോക്കിയിട്ടില്ല, എനിക്ക് അരിക്കണ്ടേ? എനിക്ക് അരിക്കണ്ടേ? എന്നെ ആരും നോക്കാൻ പാടില്ല. എന്നെ നോക്കി കഴിഞ്ഞാൽ അപ്പം അവനരിക്കും. എന്നിട്ടോ വേറെ കഥ നിങ്ങൾ കിട്ടും. അത് കയ്യോടെ ഞാൻ ആ വിഹിതം പിടിച്ചു. അന്ന് എന്നെ തല്ല് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ കുട്ടി അബോഷനായി പോയത്. ഒരു പെണ്ണിന് ഇവിടെ കിടക്കണം തൃശ്ശൂർ അയ്യന്തോട് പടിഞ്ഞാറക്കോട്ടയിൽ. ഇവൻ്റെ അമ്മയ്ക്ക് മാനസിക രോഗമായിട്ട് ഈ തള്ളേനെ, ഞാൻ ഗർഭിണിയായിരുന്നു, മൂത്ത മോനെ ഗർഭിണിയായിരുന്നു. തൃശ്ശൂർ പടിഞ്ഞാറത്തറ അയ്യന്തോട് ആ ഗവൺമെൻറ് ഇല്ലേ, അവിടെ ഇവൻ്റെ അമ്മേനെ വയ്യാഞ്ഞിട്ട് ഞാൻ ഇവനും കൂടെ ഹോസ്പിറ്റലാക്കിയപ്പോൾ അവിടെ ആൾ കൂടെ നിൽക്കണം വാർഡിൽ. എനിക്ക് ഗർഭമായിരുന്നു ഒന്ന്. എന്നിട്ട് ഞാൻ ഇവനെ തള്ളേനെ നോക്കി 7-8 മാസമൊക്കെ. അപ്പോൾ കുറേ നാൾക്ക് കൊണ്ടുപോയി. അന്നേരം ഞാൻ 5 മാസം ഗർഭിണിയായിരുന്നു. എന്നിട്ട് ഇവനെ തള്ളേനെ ഞാൻ നോക്കിയിട്ട് ഇവനെ തള്ളേനെ ചവിട്ടിട്ട് എൻ്റെ അബോഷനായി പോയതാണ്. അതും അവിടെ ഈ തള്ള കിടന്ന വാർഡിൽ ഇടുക്കിക്കാരിയുടെ ഒരു പെണ്ണ്, നല്ല ഭംഗിയുള്ള പെണ്ണായിട്ട്, ചെറുപ്പക്കാരി പെണ്ണ, നല്ല ഗ്ലാമറുണ്ട്. ആ പെണ്ണിൻ്റെ അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു. ആ പെണ്ണിൻ്റെ അമ്മേനെ എൻ്റെ അമ്മായിമ്മ എടുക്കുന്ന വാർഡിൽ ഈ പെണ്ണുമ്പളെ കൊന്നു കിടത്തി. വാർഡിലാണ് ആണുക്ക് കിടക്കുക, അപ്പുറത്തൊരു റൂമുണ്ട്. അങ്ങനെ ഈ പെണ്ണും ഞാനും നല്ല കമ്പനി. ആ പെണ്ണ് നോക്കുമ്പോൾ ആ പെണ്ണിൻ്റെ അമ്മയ്ക്ക് മാനസികം, എൻ്റെ അമ്മ നോക്കുമ്പോൾ എൻ്റെ അമ്മായിമ്മയ്ക്ക് മാനസികം. അങ്ങനെ ആ പെണ്ണും ഞാനും കമ്പനി. എൻ്റെ കെട്ടോൻ ഈ പൂർണ്ണ എന്താക്കി ഇവളായിട്ട് നല്ല കമ്പനി. ലാസ്റ്റ് ഈ പെണ്ണ് ഇവനായിട്ട് ഒരു റൂമിൽ കിടക്കുന്നു. കൈയോടെ പിടിച്ചു, അവിഹിതം പിടിച്ചു. എപ്പടി ആ വഴിക്കിൽ എൻ്റെ അബോഷണം ഉപയോഗിച്ചത് കൈയോടെ പോയി. ബാറിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു മോളെ. മൊബൈലിന് ചാർജർ കുത്താൻ പോയതാണ് ആ പെണ്ണ്. ആ റൂമിൽ വാർഡിലൊന്നും ചാർജർ കുത്താൻ കിട്ടിയില്ല, അവൾക്ക് ഒത്തു കിട്ടിയില്ല പെണ്ണുമ്പിളേക്ക്. അപ്പോൾ റൂമിൻ്റെ പുറത്ത് പോയിട്ട് ചാർജ് കുത്താൻ പോയി. അപ്പോൾ അവൻ അവിടെ കിടക്കുകയായിരുന്നു. കുറേ ദിവസം ഞാൻ നോട്ടിട്ട്